കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് ഇതാ സ്വന്തം MLA കാറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് ഒരു മാസ് എൻട്രി നടത്തുകയാണ്. പുലർച്ചെ 2 മണിക്ക് അടൂരിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ രാഹുൽ പാലക്കാട് എത്തിയിരിക്കുകയാണ്. മുൻ മണ്ഡലം പ്രസിഡന്റ് സേവ്യറിന്റെ വീട്ടിൽ പോയതിനു ശേഷം തന്റെ MLA കാറിൽ തന്നെയാണ് മാങ്കൂട്ടം 38 ദിവസങ്ങൾക്കിപ്പുറം പാലക്കാടിന്റെ മണ്ണിലൂടെ പോകുന്നത്. അവിടെയാണ് ഈ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കേണ്ടിയും വരുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് മാങ്കൂട്ടം എത്തുന്നു എന്ന സൂചന പുറത്തു വന്നതിന് പിന്നാലെ BJPയും DYFIയും ഒക്കെ പുലർച്ചെ 4 മണിക്ക് തന്നെ MLA ഓഫീസിന് മുന്നിൽ തമ്പടിച്ച് വലിയ പ്രതിഷേധം തന്നെ നടത്തിയിരുന്നു. അതും നിയമസഭയിൽ എല്ലാവരുടെയും മുന്നിലൂടെ മാങ്കൂട്ടം എത്തിയതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ ഒരു റാലി നടത്തിക്കൊണ്ട് അഥവാ ഒരു വാഹന റാലി നടത്തുന്നത് പോലെ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണോ എന്ന് ചോദിക്കുന്ന റിപ്പോർട്ടർ ചാനൽ അവതാരകനായ അരുൺ കുമാറിനോട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം പിടിമുറക്കിയ ക്രൈംബ്രാഞ്ച് എവിടെ പോയി എന്നാണ്. MLA കാറിൽ തന്നെ മണ്ഡലത്തിലൂടെ രാഹുൽ ഇപ്പോൾ വിലസുകയാണ്. കരിങ്കൊടി കാണിക്കുന്ന ടീമുകളൊക്കെ എവിടെ പോയി എന്ന് തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. സത്യത്തിൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനെ ഒളിച്ചുവരവ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ഒന്നോർക്കണം. സ്വന്തം MLA കാറിൽ പച്ച വെളിച്ചത്തിൽ പച്ച പകലിലാണ് മാങ്കൂട്ടം പാലക്കാട് എത്തിയിരിക്കുന്നത്. ഇവിടെ നിഖിൽ കണ്ണാടി, പ്രക്ഷോഭ് എന്നീ ഷാഫി പറമ്പിലിനോടൊപ്പം നിൽക്കുന്ന 2 നേതാക്കളാണ് മാങ്കൂട്ടത്തിനോടൊപ്പം ഉള്ളത്. തീർച്ചയായും ഷാഫിയുടെ വലിയ പ്ലാനുകൾ ഇതിന് പിന്നിലുണ്ട്. കാരണം താൻ ഒഴിഞ്ഞ മണ്ഡലത്തിൽ തന്റെ ശിഷ്യത്വം സ്വീകരിച്ച മാങ്കൂട്ടത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ മാങ്കൂട്ടത്തെ MLA കാറിൽ തന്നെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നത്. ഇവിടെ BJPക്കും CPMനും ഒന്നും ചെയ്യാനാവാത്തത് കൊണ്ട് അവർ പുതിയൊരു അടവ് നയം എടുത്തിരിക്കുകയാണ്. സ്വകാര്യ പരിപാടിക്ക് വരുന്നതിനോ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, എതിർക്കില്ല. പകരം MLA എന്ന നിലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ തടയൂ എന്ന് ഒന്നോർക്കണം. ഈ സ്ത്രീ പീഡകനെ ഞങ്ങളുടെ മണ്ണിലേക്ക് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഇന്നിപ്പോൾ കിടന്ന് ഉരുണ്ടുമറിയുന്നത്. കൈയും കാലും വെട്ടാൻ പോയിട്ട് ഒന്നെതിർക്കാൻ പോലും പറ്റാത്ത തരത്തിൽ നട്ടം തിരിയുകയാണ് CJP കൂട്ടം. സ്വകാര്യ വാഹനത്തിലല്ല മാങ്കൂട്ടം എത്തിയത്, പകരം MLA എന്ന ഔദ്യോഗിക കാറിൽ, അതും MLA ആക്കിയ തന്റെ മണ്ഡലത്തിലേക്ക് തന്നെ വന്നിറങ്ങുകയാണ്. ഇതിലും വലിയൊരു എൻട്രി മാങ്കൂട്ടത്തിന് കിട്ടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇന്നെന്താ പരിപാടി? പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് MLA ഓഫീസിൽ കാണും? ഒരു മിനിറ്റ് എന്തൊരു ഇവിടെ വന്നു ജയ ജയ ബാ ജയ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ഒരു സൈഡ് നിൽക്കും അവിടെ എൻ്റെ ബ്രദർ ശുചിത്വ മിഷനിലോ ടൗണിൽ തന്നെയാണ്. ഇന്നെന്താ പരിപാടി? പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് MLA ഓഫീസിൽ കാണും?
ഞാൻ കാണേണ്ടപ്പോ നിങ്ങളെ അറിയിക്കാം, അങ്ങനല്ലേ പൊതുവെ. ഇപ്പോ ഇന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നാണ് ഈ ഡിവൈഎഫ്ഐയും BJP ഒക്കെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് വീടുകളിൽ കയറുകയാണോ ഒന്ന്? ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്തു. ഇന്ന് പ്രചാരണ ഘട്ടത്തിൽ മാത്രമല്ലോ ഞാൻ മാധ്യമങ്ങളെ കണ്ടോ? ഓഫീസിൽ നിന്ന് അറിയിക്കും. ഓഫീസിലേക്കാണോ? ഓഫീസിൽ നിന്ന് അറിയിക്കും. വിട്ടോ വണ്ടി എടുക്കുന്നു.